ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 25 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനത്തിനായിട്ട് എടുക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തടങ്കലിലാണ്. ആ തടങ്കലിൽ നിന്ന് പുറത്തു വരും എന്നുള്ള പ്രത്യാശയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇരിക്കുന്നത്. 25-ാം വാക്യത്തിൽ ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു എന്ന് പറഞ്ഞാണ് നാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ധ്യാനം നിർത്തിയത്. ഇതിനുശേഷം 26 മുതലുള്ള വാക്യങ്ങളിൽ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തുവേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. ഇവിടെ പ്രശംസ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അത് പ്രശംസ എന്നല്ല, മറിച്ച് നിങ്ങളുടെ സന്തോഷം എന്നുള്ള വാക്കാണ്. ഇംഗ്ലീഷൊക്കെ എടുത്ത് നോക്കിയാൽ അതിനകത്ത് നിങ്ങളുടെ ജോയ്, സന്തോഷം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് സാഹചര്യത്തിനും സന്ദർഭത്തിനുമൊക്കെ ചേരുന്നത് എന്നുള്ളതും നമുക്കറിയാമല്ലോ. തർജ്ജമകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വിവിധ തർജ്ജമകൾ തമ്മിലുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള സന്തോഷം ക്രിസ്തുയേശുവിൽ വർദ്ധിക്കുവാൻ ഇടയാകും. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തടങ്കലിലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവര് ഒരല്പം ദുഃഖത്തിലാണ്. അത് സ്വാഭാവികമാണല്ലോ. ദുഃഖത്തിലാകാൻ ആവശ്യമൊന്നുമില്ല. കാരണം തടങ്കലിൽ കിടക്കുന്ന ആൾക്ക് ദുഃഖമില്ല. തടങ്കലിൽ കിടന്നുകൊണ്ട് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നതും. ക്രിസ്തീയ ജീവിതത്തിന്റെ വഴികൾ എന്ന് പറയുന്നത് അത് വളരെ ദുർഘടം പിടിച്ച വഴികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിചാരിതമായി സംഭവിക്കുന്നതായ, അവിചാരിതമായി എന്നുകൂടി നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്നാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ചോദിക്കുന്നത്. കഷ്ടങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഈ വഴിയിലുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മെ നിരാശപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എങ്കിലും തടങ്കലിൽ നിന്ന് വിട്ട് ഫിലിപ്പിയിലെ വിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാകും എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ വന്ന് കണ്ടാലും അഥവാ അങ്ങനെ കാണാൻ പറ്റുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്കാണ് പൗലോസ് അപ്പോസ്തലൻ പോകുന്നത് എങ്കിൽ അവരെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടോ. കാരണം പൗലോസ് അപ്പോസ്തലൻ ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ പല പല സ്ഥലങ്ങളിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായിട്ടും താൻ സ്ഥാപിച്ചതായിട്ടുള്ള സഭകളെ ഉറപ്പിക്കേണ്ടതിനുമൊക്കെ അങ്ങനെ യാത്ര ചെയ്യുന്നയാളാണ്. ഫിലിപ്പിയിലേക്ക് പോവുക എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. അത് സന്തോഷവുമാണ്. എന്നാൽ അങ്ങനെ അഥവാ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ദൂരത്തിരുന്നാലും നിങ്ങളെ വന്ന് കണ്ടാലും പൗലോസ് അപ്പോസ്തലന് ഫിലിപ്പിയിലെ സഭയെ സംബന്ധിച്ചിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ നമുക്ക് ഈ അടുത്ത വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കുക. നമുക്കറിയാം, നാം ഈ നാളുകളിൽ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവജനത്തിൽ സഭയെക്കുറിച്ചും സഭാപ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ നാം വായിക്കുമ്പോൾ ഈ ഏക ആത്മാവിൽ നിലനിൽക്കുക, ഏക മനസ്സുള്ളവരാകുക, ഐക്യമുള്ളവരാകുക, ഏകഭാവമുള്ളവരാകുക, ഏക ഹൃദയമുള്ളവരാകുക, ഏക അഭിപ്രായമുള്ളവരാകുക തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നാം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത് നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കണം എന്നാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ അശേഷം ഭിന്നത ഉണ്ടാകാനായിട്ട് പാടില്ല. എതിരഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അല്ല എങ്കിൽ പിണക്കങ്ങളോ അങ്ങനെയുള്ള യാതൊന്നും
നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. എല്ലാവരും ഏകാത്മാവിനാൽ നിലനിൽക്കണം. അതായത് ഏകാത്മാവിനാൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഏകാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അവസ്ഥ. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ഏകമാണ് എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് പല വഴിക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. എല്ലാവർക്കും ഒരേ പ്രമാണമാണ്, എല്ലാവർക്കും ഒരേ വിളിയാണ്, എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്, എല്ലാവർക്കും ഒരേ മാർഗമാണ്. എന്നാൽ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ള കൃപാവരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. എന്നാൽ ആ കൃപാവരങ്ങൾ പോലും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏകാത്മാവിനാൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ ഏകാത്മാവിനാൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു പ്രത്യേക കാര്യമാണ് തുടർന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ. അപ്പോൾ നമുക്കറിയാം, ഏതൊരു പ്രസ്ഥാനവും അവര് ഒരേ ആശയത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ, ഒരേ താല്പര്യത്തോടെ അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊരു വലിയ ബലമാണ്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കുന്നതിന് ആ രാജ്യത്തിനകത്ത് കടന്നുകൂടി അവരിൽ ആ രാജ്യക്കാരെ ചിലരെ വശീകരിച്ച് സ്വാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ എതിരാളികളുടെ ചാരന്മാരൊക്കെ എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുവല്ലോ. എല്ലാ രാജ്യങ്ങൾക്കും ചാരസംഘടനകളുണ്ട്. ആ ചാരസംഘടനയിൽ പെട്ടതായിട്ടുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി അവര് ചാരപ്രവർത്തനം നടത്തും. അപ്പോൾ എന്നാൽ ദൈവസഭയിൽ അങ്ങനെ ഒരു ചാരപ്രവർത്തനത്തിനുള്ള യാതൊരു വക അനുവാദമോ സാധ്യതയോ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ദൈവസഭ എന്ന് പറയുവാനായിട്ട് കഴിയുന്നതല്ല. കാരണം ഏകാത്മാവിനാൽ നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. യോഗ്യത അവിടെ ഏകാത്മാവിനാൽ, ഏകാഭിപ്രായത്തിൽ, ഏകമനസ്സിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ അതിനെ ഒരു സഭ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം സഭ ഒരു ശരീരമാണ്. ശരീരത്തിന്റെ അവയവങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ എതിരാളികൾ, അതായത് സഭയ്ക്ക് ദോഷം വരുത്തുന്നതായിട്ടുള്ള ആളുകൾ, അവര് യഥാർത്ഥത്തിൽ സഭയ്ക്കുള്ളിൽ കിടന്നും സഭയ്ക്കുള്ളിലുള്ളവരെ ഉപയോഗിച്ചുമാണ് സഭയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സഭയ്ക്കുള്ളിൽ കിടന്നും സഭയ്ക്കുള്ളിലുള്ളവരെ പാട്ടിലാക്കി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാരപ്രവർത്തനം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെ സഭയ്ക്കുള്ളിൽ ഐക്യമില്ലായ്മ വരുമ്പോൾ അങ്ങനെയുള്ള സഭകളെ ഭിന്നിപ്പിക്കുവാനും തകർക്കുവാനും നശിപ്പിക്കുവാനും വളരെ എളുപ്പമാണ്. എതിരാളികൾക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ എന്നിവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഏകാത്മാവിനാൽ നിലനിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ ദൈവസഭയെ സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഷാരുൺ ബ്രദറെ മ്യൂട്ടാക്കാമോ? ഓക്കെ. ഏകാത്മാവിനാൽ നിലനിൽക്കുക എന്ന് പറയുന്നത് സഭയുടെ സുരക്ഷിതത്വത്തിനും വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിലനിൽക്കേണ്ടതിനുമൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും സഭകളിൽ ഭിന്നതയും ഭിന്നാഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ എതിരാളികൾക്ക് അതിനകത്ത് വളരെ യഥേഷ്ടം പ്രവേശനവും അതുപോലെ തന്നെ ആ സഭയെ കർത്താവിൻ്റെ കയ്യിൽ ഉള്ള സഭയിൽ നിന്ന്, സഭ എന്നുള്ള തലത്തിൽ നിന്ന് അതിനെ മാറ്റിക്കളയുവാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സഭയെ വലങ്കൈയിലുള്ള, കർത്താവിൻ്റെ വലങ്കൈയിലുള്ള നിലവിളക്ക് എന്നുള്ള നിലയിൽ നിന്നും അതിനെ മാറ്റി അത് കേവലം ഒരു സംഘടനയോ ഒരു ക്ലബോ ഒരു പ്രസ്ഥാനവുമായിട്ട് അധപ്പതിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇങ്ങനത്തെ സംഘടനകളെ അല്ലെങ്കിൽ ക്ലബുകളെയാണ് ആളുകൾ സഭകൾ എന്ന് വിളിക്കുന്നത്.
എന്നാൽ ഒരിക്കലും ഒരു ക്ലബിന് ക്ലബ്ബ് പോലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടത്തിനെ ഒരിക്കലും സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുകയില്ല. സഭയ്ക്ക് യഥാർത്ഥത്തിൽ ജീവനുണ്ട്. ദൈവിക ജീവൻ ദൈവാത്മാവിനാൽ വ്യാപരിക്കുന്ന ആളുകളുടെ കൂട്ടവും കൂട്ടായ്മയുമാണ് യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത്. അത് വേറെ ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്തതാണ്. വേറെ ഒരു കൂട്ടത്തിനും അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, ഒരു സഭയിലുള്ള മെമ്പർഷിപ്പിന് ആവശ്യമായിരിക്കുന്നത് അവര് ദൈവിക ജീവൻ പ്രാപിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവാത്മാവ് ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു യോഗ്യത ലോകത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിനും ആവശ്യമില്ല. ഓരോ പ്രസ്ഥാനത്തിനും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള പാഠവും ഒക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവുന്നതാണ്. എന്നാൽ ദൈവസഭയിലെ അംഗത്വത്തിന് ദൈവിക ജീവൻ പ്രാപിച്ചവരായിരിക്കണം എന്നുള്ളതായിട്ടുള്ള യോഗ്യത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവിക ജീവൻ ഉള്ളിലുള്ള ആളുകൾ ആണ് എല്ലാവരും എന്നുള്ളത് കൊണ്ട് സഭയെ നമുക്ക് ജൈവികം അല്ലെങ്കിൽ ജീവനുള്ളത് എന്ന് പറയാനായിട്ട് കഴിയും. അത് സാധാരണ രീതിയിൽ സഭയ്ക്ക് വ്യക്തികൾക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ മരിച്ചയാള് അല്ലെങ്കിൽ ജീവനുള്ളയാള്. എന്നാൽ ഒരു പ്രസ്ഥാനത്തിന് ജീവനുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പ്രസ്ഥാനത്തിന് ഒരിക്കലും ജീവനില്ല. പ്രസ്ഥാനം വളരെ ഉന്മേഷത്തോടു കൂടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് ജീവനുണ്ടെന്നൊക്കെ വേണമെങ്കിൽ അങ്ങ് പറയാം. അത് അവരുടെ ഉന്മേഷത്തോടു കൂടിയുള്ള പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ സഭയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സഭ ജീവനുള്ളതാണ്. അത് ദൈവിക ജീവനുള്ളതാണ്. സ്വയം ജീവനെ വെടിഞ്ഞ് ദൈവിക ജീവന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കൂട്ടമാണ് സഭ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. അപ്പോൾ ഇവിടെയും സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു ഒരു മനസ്സോടെ, ഏക മനസ്സോടെ. നാം ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ കൂടെ കൂടെ വരുന്നതായിട്ടുള്ള കാര്യമാണ് ഈ ഏകം, ഐക്യം, ഒന്ന് എന്നുള്ളതായിട്ടുള്ള വാക്കുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം, സഭ എന്ന് പറയുന്നതായിട്ടൊരു സംവിധാനം കർത്താവ് ഒരുക്കിയിരിക്കുന്നത്? പ്രാദേശിക സഭ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും അവര് തമ്മിലുള്ള കൂട്ടായ്മയിലൂടെയുമാണ് ദൈവമക്കൾക്ക് ആത്മീകമായിട്ട് വളരാനും അവരെ ബാക്കിയുള്ളവരെ വളർത്താനും ഒക്കെ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പോരാടുക എന്ന് പറയുന്നത് എപ്പോഴും ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, ശത്രുവിനോടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പോരാടുക വളരെ പ്രയാസമാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഏക അഭിപ്രായത്തിലും ഏക മനസ്സിലും ഐക്യത്തോടും കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ എന്നാൽ പോരാട്ടം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ലേഖനത്തിൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിച്ചതുപോലെ, അത് ഒരു ജഡത്തിന്റെ പോരാട്ടമല്ല, ജനികമായിട്ടുള്ള പോരാട്ടങ്ങളുമല്ല, മറിച്ച് ആ പോരാട്ടം എന്ന് പറയുന്നത് ആത്മീയമാണ്. ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നാം അങ്ങനെ പോരാട്ടത്തിൽ, ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ ഏകാത്മാവിനാൽ നിലനിൽക്കേണ്ടതും ഏക മനസ്സുള്ളവരുമായി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അവിടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി എന്ന് നമ്മൾ വായിക്കുന്നു. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി. അപ്പോൾ നാം എല്ലാവരും സുവിശേഷം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തതായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഫിലിപ്പിയിൽ ഒരു സഭയുണ്ട്. അവിടെ എല്ലാവരും സുവിശേഷം കേട്ടവരും വിശ്വസിച്ചവരും ഒക്കെയാണ്. അവർക്കാണ് ലേഖനം എഴുതുന്നത്. എന്നാൽ ഇവിടെ അവരോടൊക്കെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു, അല്ലെങ്കിൽ പോരാട്ടം കഴിക്കണം എന്നുള്ളതായ കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് സുവിശേഷം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തതായിട്ടുള്ള ആളുകൾ വീണ്ടും സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കേണ്ടത് എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മളുടെ വിശ്വാസം അർപ്പിക്കുമ്പോൾ, നാം രക്ഷിക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു തുടക്കം മാത്രമാണ്. അത് പൂർത്തിയല്ല
അത് കംപ്ലീഷൻ അല്ല, അതൊരു തുടക്കം മാത്രമാണ്. അത് ദൈവത്തോടൊത്തുള്ള ജീവിതത്തിന്റെ ഒരാരംഭമാണ്. നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, സ്ത്രീയും പുരുഷനും വിവാഹിതരായാൽ, വിവാഹം കഴിഞ്ഞ് അവരുടെ അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹബന്ധം പൂർത്തിയായി, ഇനി ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടു വഴിക്ക് പോകാം എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ലല്ലോ. അങ്ങനെയല്ല വിവാഹം. ആ ചടങ്ങ് എന്ന് പറയുന്നത് അത് ഒരാരംഭമാണ്. അതെന്ന് പറഞ്ഞതുപോലെ തന്നെ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവിന്റെ ജീവൻ പ്രാപിച്ച് കർത്താവിലാകുന്നത് അത് ഒരു ജീവിതത്തിന്റെ ആരംഭം മാത്രമാണ്. ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് അനേക സഭകൾക്കും വിശ്വാസികൾക്കും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വിശ്വാസികളുടെ ജീവിതമൊക്കെ വളരെ അരക്ഷിതാവസ്ഥയിലും അസന്മാർഗികതയിലും ഒക്കെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരു ആജീവനാന്ത പോരാട്ടമാണ്. അത് നമുക്ക് സുബോധവും ആരോഗ്യവും അല്ലെങ്കിൽ നമുക്ക് ആയുസ്സും ഉള്ളിടത്തോളം കാലം ഈ സുവിശേഷത്തിനായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ട്. അത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായിട്ടുള്ള കാര്യമല്ല. സുവിശേഷത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞത് അത് അവസാനിച്ചതായിട്ടുള്ളൊരു കാര്യമല്ല. അത് എല്ലാ കാലവും, നാം ജീവിച്ചിരിക്കുന്ന മുഴുവൻ കാലവും ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള, സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അതിനെ വിശ്വാസത്താൽ ജീവിക്കും എന്നും ജീവിക്കണം, വിശ്വാസികൾ വിശ്വാസത്താലാണ് ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ പറയുവാനായിട്ട് ആവശ്യമില്ല. നാം അതിനെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചിട്ടുള്ളതാണ്. വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടപ്പിൽ. അപ്പോൾ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് പോരാട്ടം കഴിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം നടക്കുന്നതിലൂടെയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മള് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് നമ്മൾ പോരാട്ടം കഴിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ജീവിതത്തെ നോക്കിയാൽ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, നമ്മുടെ സംസാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സഭയിലുള്ള ജീവിതം, സഭയിൽ നാം സംസാരിക്കുന്ന കാര്യങ്ങള്, സഭയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങള്, നാം ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം. അങ്ങനെ യോഗ്യമായി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഏക മനസ്സോടെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നവരാണ് എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. അവർക്ക് മാത്രമേ എതിരാളികളാൽ ഒന്നിനും കുലുങ്ങിപ്പോകാതെ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാകും വണ്ണം മാത്രം നടക്കണം. അതായത് അതിൽ നിന്ന് അതിന് യാതൊരു വക ഒഴിവ് കഴിവുമില്ല. കാരണം ആ മാത്രം എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്കാണ്. അതല്ലാതെയുള്ള ഒരു നടപ്പിന് നമുക്ക് അനുവാദമില്ല എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യോഗ്യമായ ഒരു നടപ്പ്, സുവിശേഷത്തിന് യോഗ്യമായ ഒരു നടപ്പ് നാം നടക്കുന്നില്ല എങ്കിൽ ഈ പോരാട്ടത്തിൽ നാം കുലുങ്ങിപ്പോവുകയും അതുപോലെ തന്നെ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്കറിയാം, ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ അതിൽ വിജയിയുണ്ട്, പരാജിതനുമുണ്ട്. ഈ പോരാട്ടത്തിൽ വിജയിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അന്ത്യത്തോളം ഈ പോരാട്ടത്തിൽ നിലനിൽക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ദൈവത്തിന് പ്രിയരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്കറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതാന്ത്യത്തിൽ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു എന്നാണ്. പോരാട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. തന്റെ ജീവിതത്തെ എടുത്തു നോക്കിയാൽ താൻ തന്റെ ജീവിതത്തെ ആകമാനം വിലയിരുത്തിയിരിക്കുന്നത് 3 വാക്കുകളിലൂടെയാണ്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ അവിടെ ഒരു പോരാട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഓട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് 3 ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ്. പോരാട്ടമില്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല. പക്ഷെ അത് ജഡികമായിട്ടുള്ള പോരാട്ടങ്ങളല്ല, അത് ആത്മീയമായിട്ടുള്ള ഒരു പോരാട്ടമാണ്.
ആത്മീയമായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടുന്ന ആയുധവർഗത്തെ കുറിച്ച് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിച്ചു. ഇവിടെ യഥാർത്ഥത്തിൽ കാണുന്നത് നിങ്ങളുടെ നടപ്പ് എന്നുള്ളതാണ്. നമ്മുടെ യോഗ്യമാകും വണ്ണം മാത്രമുള്ള നമ്മുടെ നടപ്പാണ് നമ്മളെ പോരാട്ടത്തിൽ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടം തികച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ചില ലക്ഷ്യങ്ങൾ, ചില ഉത്തരവാദിത്വങ്ങൾ, ചില പദ്ധതികൾ ദൈവം മുന്നൊരുക്കി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് തികയ്ക്കുന്നതിനെ കുറിച്ചാണ്. അത് നമ്മളുടെ താലന്തുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ശത്രുവിനെതിരെയുള്ള പോരാട്ടം, ശത്രു, ഈ ലോകം നമ്മുടെ ശത്രുവാണ്. ലോകം എന്ന് പറഞ്ഞാൽ ലോക വ്യവസ്ഥിതി, നമ്മളെ തെറ്റിക്കുന്നതായ ലോക വ്യവസ്ഥിതി. അതുപോലെ തന്നെ നമ്മിൽ തന്നെ നമ്മുടെ ജഡം എന്ന് പറയുന്നത് നമ്മിൽ തന്നെ വസിക്കുന്നതായിട്ടുള്ള നമ്മുടെ ആത്മാഭിലാഷത്തിനെതിരെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോരാട്ടത്തിൽ നാം വിജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കൃപാവരങ്ങളെ ഉപയോഗിച്ച് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഓട്ടം തികയ്ക്കുക എന്ന് പറയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ഭയപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യം, ഈ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ നാം പലപ്പോഴും പല പ്രാവശ്യം വളരെ വിശദമായി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവമക്കൾ അവരുടെ കൃപാവരങ്ങൾ മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നുണ്ടോ, അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയവും ഭയവും എൻ്റെ ഉള്ളിലുണ്ട്. കൃപാവരങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. കൃപാവരങ്ങൾ ഇല്ല, ഒരാൾക്കില്ല എന്ന് വന്നാൽ അദ്ദേഹം വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അതിനർത്ഥം. ദൈവാത്മാവ് വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ദൈവം കൃപാവരങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൃപാവരം എന്താണ് എന്നുള്ളത് പരിശോധിച്ച് അത് നാം കണ്ടെത്തി അതിനെ ജ്വലിപ്പിക്കുകയും അത് ഉപയോഗിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ ഓട്ടം തികയ്ക്കുന്നതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ വിശ്വാസം കാത്തു, വിശ്വാസത്തിന്, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ട് പോരാട്ടം കഴിക്കുന്നു എന്ന് നമ്മളിവിടെ വായിച്ചുവല്ലോ. വിശ്വാസം കാക്കുക, വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോകാതെ, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ അന്ത്യത്തോളം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ആദ്യ വിശ്വാസം നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. ആ വിശ്വാസത്തോട് കൂട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നാം വിശദമായിട്ട് പഠിച്ചതാണ്. അങ്ങനെ വിശ്വാസത്തിൽ നാം നിലനിൽക്കുകയും അവസാനത്തോളം കാത്തുകൊള്ളുകയും വേണം. അപ്പോൾ ഇവിടെ ഈ യോഗ്യമായ വണ്ണം മാത്രമുള്ള നടപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പോരാട്ടവും ഈ ഓട്ടവും ഈ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഈ 3 ഘടകങ്ങളും അതിനകത്തുണ്ട്. പിന്നെ അയോഗ്യത എന്ന് പറഞ്ഞാൽ, യോഗ്യത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് അയോഗ്യതകൾ ഉണ്ടാവരുതെന്നും അർത്ഥമുണ്ട്, യോഗ്യതകൾ ഉണ്ടായിരിക്കണമെന്നും അർത്ഥമുണ്ട്. പലപ്പോഴും യോഗ്യരായിട്ട് നടക്കണം, യോഗ്യമാവണ്ണം മാത്രം നടപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും പാപങ്ങൾ ചെയ്യാതെ ജീവിക്കുക, അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള ഒരു വിടുതലൊക്കെ പ്രാപിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവർ, അങ്ങനെ മാത്രമല്ല, അത് അതിനകത്തുള്ള ഒരു പ്രധാന വശം തന്നെയാണ്. എന്നാൽ ആ യോഗ്യതയ്ക്കകത്ത് ചില കൽപ്പനകളുടെ ലംഘനം എന്നുള്ളതിൽ നിന്ന് നാം സൂക്ഷിച്ചു അല്ലെങ്കിൽ മാറി നിന്നു എന്നുള്ളതിൽ മാത്രം അതിനെ ഒതുക്കുവാനായിട്ട് ഒരിക്കലും കഴിയുന്നതല്ല. കൽപ്പനകളുടെ ലംഘനം മാത്രമല്ല, നാം ചെയ്യേണ്ടതായിട്ടുള്ള ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളിൽ അവര് വിശ്വസ്തരായിരിക്കുന്നത് അവരുടെ യോഗ്യമായ നടപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഓട്ടം തികച്ചു, ഓട്ടം തികയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അവരുടെ എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ, നാം തൊട്ട് മുമ്പ് വായിച്ച വാക്യത്തിൽ നാം അത് കണ്ടു, എതിരാളികളെ കുറിച്ച് കണ്ടു. അപ്പോൾ ഈ എതിരാളികളുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും അത് ഒരു അടയാളമാകുന്നു, അല്ലെങ്കിൽ തെളിവാകുന്നു. ഏത്? യോഗ്യമായ നടപ്പ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു പ്രസ്താവനയാണ്. ബൈബിളിലെ എല്ലാ പ്രസ്താവനകളും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇതിന് വളരെയേറെ ഒരു ആനുകാലിക പ്രസക്തി, പ്രാധാന്യമുണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്.
അപ്പോൾ കർത്താവിന് യോഗ്യമായ നടപ്പ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതെയും കർത്താവിൽ വസിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള നടപ്പ് നമ്മുടെ രക്ഷയ്ക്ക് ഒരടയാളമാണ്. അതിനെതിരെ നിൽക്കുന്ന ആളുകളുടെ, അതാണ് എതിരാളികളുടെ അയോഗ്യമായിട്ടുള്ള നടപ്പ് അവരുടെ നാശത്തിനും ഒരടയാളമാണ്. നമ്മളുടെ രക്ഷയ്ക്ക് അടയാളമായിട്ട് പലപ്പോഴും നാം ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു സമയത്തെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. അങ്ങനെ ഏറ്റുപറഞ്ഞ ഒരു വിശ്വാസമാണ് നമ്മുടെ ആകെയുള്ള ഒരു ബലം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായി മാത്രം നടക്കുന്നു. അതാണ് ഒരാളുടെ രക്ഷയ്ക്ക് അടയാളം. അപ്പോൾ സുവിശേഷത്തിന് അയോഗ്യമായ നടപ്പുള്ള ആളുകൾ, അല്ലെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമല്ലാത്തതായിട്ട് നടക്കുന്ന ആളുകളുടെ നടപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടൊരു കാര്യം, അത് അവരുടെ രക്ഷയ്ക്ക് അടയാളമല്ല, അത് നാശത്തിനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ നടപ്പാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിത്യരക്ഷയുടെ പാത്രമായി തീരുമോ എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ നടപ്പ് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു, അതിനാൽ ഒരാൾ രക്ഷിക്കപ്പെടുകയില്ല എന്ന് യാക്കോബിന്റെ ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകും, നിർജീവമാകും, അതിനാൽ ആരും രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ യോഗ്യമാവും വണ്ണം മാത്രം നടക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയുള്ള ഒരു വിശ്വാസമാണ്. പ്രവൃത്തിയില്ലാത്തൊരു വിശ്വാസത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയും സ്നാനപ്പെടുകയും ചെയ്തതിന് ശേഷം ആ വിശ്വാസത്തിൽ അങ്ങനെ വിശ്വസിച്ചതായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ അതിന് തക്കതായ, അതിന് സമാനമായ, അല്ലെങ്കിൽ മാനസാന്തരത്തിന് തക്കം ഫലം കായ്ക്കാത്തതായിട്ടുള്ള ഒരു ജീവിതമാണ് അവരിൽ ഉള്ളതെങ്കിൽ അത് അവരുടെ രക്ഷയ്ക്ക് അടയാളമല്ല എന്ന് നാം മനസ്സിലാക്കണം. ശരി, അടയാളമാകുന്നു. ഇത് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇതിനോട് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത് നമുക്ക് വായിക്കുന്നത് പ്രയോജനകരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം നിങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ ചൊല്ലി, ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവിടെ ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ വളരെയേറെ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് കഷ്ടങ്ങളിലുള്ള അവരുടെ സഹിഷ്ണുതയും അവരുടെ വിശ്വാസവും എല്ലാം, സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള അവരുടെ സഹിഷ്ണുതയും അവരുടെ വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ വലിയ പ്രശംസയാണ് പറയുന്നത്. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരാക്കി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. അങ്ങനെ കഷ്ടം സഹിക്കുന്നത്, ആ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്, അവിടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അവരെ ദൈവരാജ്യത്തിന് യോഗ്യരായി എണ്ണുന്ന, അല്ലെങ്കിൽ അതിന് അടയാളമായിരിക്കുന്ന ഒരു കാര്യമാണ്. അടയാളമാകുന്നു, ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ യോഗ്യമായ, അല്ലെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ള നടപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നടപ്പ് എന്ന് പറയുന്നത് കൊണ്ട് നാം വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അങ്ങനെ ഒരു ജീവിതമല്ല. വലിയ കുഴപ്പമില്ലാതെ വളരെ മര്യാദയ്ക്ക് വളരെ വിശാല ഹൃദയമുള്ളവരായിട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ലോകത്തുണ്ട്. അതിനകത്ത് നാനാ ജാതി മതസ്ഥരും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന ജീവിതത്തോട് തുലനപ്പെടുത്തിയല്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. സഭ വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതമാണ്. ക്രിസ്തു നടന്ന വഴിയിലൂടെ, ക്രിസ്തു നടത്തുന്ന വഴിയിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിട്ടുള്ള ഒരു ജീവിത വഴിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കണ്ടാൽ നമ്മുടെ രക്ഷയ്ക്ക് ഒരു അടയാളമായിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ നടപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് ഓർക്കണം. വീണ്ടും അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. വളരെ എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്നതായിട്ടുള്ള കാര്യമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളത് ദൈവം നൽകിയിരിക്കുന്ന ഒരു വരമാണ്. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നാം വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ പാക്കേജിൽ വരുന്നതാണ് ഈ കഷ്ടം എന്ന് പറയുന്നത്. അതൊരു വരവുമാണ്. വരം എന്ന് പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ വരം ലഭിക്കുക, പുരാണങ്ങളിലൊക്കെ വരം കിട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് വലിയ കാര്യമാണ് വരം കിട്ടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്നത് നാം സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസം സ്വീകരിക്കുന്നതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ആ പാക്കേജിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള കാര്യമാണ് കഷ്ടം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തു നടന്ന വഴിയിൽ കഷ്ടമായിരുന്നു. ഇന്നെന്നാൽ ഈ കഷ്ടം ഒഴിവാക്കി വിശ്വാസം സ്വീകരിക്കാം എന്നുള്ള നിലയിലാണ് ലോകത്തിൽ എല്ലാ മതങ്ങളും, അല്ലെങ്കിൽ മതങ്ങളുടെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒഴിവാക്കി ഈ ലോകത്തിൽ ഒരു സമാധാനത്തോടെയും സ്വസ്ഥതയുടെയും സമ്പന്നതയുടെയും ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് പിശാച് കർത്താവിന് ഓഫർ ചെയ്തതും ഇന്ന് ക്രിസ്തീയ സഭകൾ പോലും അവരുടെ അംഗങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. പിശാച് എന്ത് കർത്താവിന് ഓഫർ ചെയ്തോ, എല്ലാ മതങ്ങളും അവരുടെ അനുയായികൾക്ക് എന്ത് ഓഫർ ചെയ്യുന്നു, എന്ത് വാഗ്ദത്തം കൊടുക്കുന്നുവോ, അത് തന്നെയാണ് ഇന്ന് രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നതായിട്ടുള്ള സുവിശേഷ വിഹിത സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള സഭകളിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികൾക്ക് ഓഫർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓഫർ ദൈവവചനത്തിലില്ല. ദൈവവചനത്തിൽ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ആ വിശ്വാസത്തോട് ചേർന്ന് നമുക്ക് തരുന്നതായിട്ടുള്ള ഒരു ആ പാക്കേജിൽ മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികളുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ളതായിട്ടൊരു കാര്യമാണ് കഷ്ടത. കഷ്ടതയിലൂടെയാണ് നമ്മുടെ ആത്മീയമായിട്ട് വളർച്ച നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു വരമാണ്. അത് നാം മനസ്സിലാക്കുന്നത് വരെയും മനസ്സിലാക്കുകയും അതിന് നാം വിധേയപ്പെടുകയും ചെയ്യേണ്ടത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് തെസ്സലോനിക്കയിലെ സഭയെക്കുറിച്ച് നാം ഇപ്പോൾ രണ്ടാമത്തെ ലേഖനത്തിൽ വായിച്ചപ്പോൾ അവര് സകല കഷ്ടങ്ങളും ഉപദ്രവങ്ങളും അവരേറ്റിട്ട് അവരുടെ സഹിഷ്ണുതയെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ സകല സഭകളിലും തെസ്സലോനിക്ക സഭ ഒരു ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ടാണ് ആ ചർച്ചാ വിഷയം? വലിയ കഷ്ടതകളിലൂടെ അവർ കടന്നു പോയിട്ടും അവർ വിശ്വാസത്തിൽ നിലനിന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചതായ ചർച്ചാ വിഷയം. അവരെക്കുറിച്ച് പ്രശംസിക്കുന്നു എന്നുള്ളതാണ്. ശരി, നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങൾ എങ്കിൽ കണ്ടതും എന്താണ് പൗലോസ് അപ്പോസ്തലനിൽ ഫിലിപ്പിയിലെ സഭ കണ്ടത്? അത് അപ്പോസ്തല പ്രവൃത്തികൾ 16 സമയത്തിന്റെ പര്യാപ്തത കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് ആമത്തിലിട്ട് പൂട്ടി ഒത്തിരി അടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഫിലിപ്പിയിലെ വിശ്വാസികൾ അത് കാണുകയും നേരിട്ട് അറിയുകയും ചെയ്തതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഒരു തടങ്കലിലാണ്. അത് സുഖമല്ല. തടങ്കൽ എന്ന് പറയുന്നത് സുഖമല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായിട്ടുള്ള അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികളാരും അങ്ങനെ ജയിലിൽ കിടക്കുന്നതായിട്ട് ബന്ധനത്തിലാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. എന്നാൽ അതേ പോരാട്ടം, അതായത് സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ നിലകളിലുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ അനുഭവിക്കുന്നതായിട്ടുള്ള പോരാട്ടം, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്റെ പോരാട്ടം മറ്റൊരു തലത്തിലാണ് എന്ന് മാത്രമാണ്. വിവിധ തലങ്ങളിലാണ് എല്ലാവർക്കും ഉള്ള പോരാട്ടം.
പ്രിയമുള്ളവരെ, നമ്മളുടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായിട്ടുള്ള പോരാട്ടം വിശ്വസ്തയോടെ പോരാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ പോരാട്ടത്തിൽ നമുക്ക് ഓടിത്തീർക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്, ചെയ്തു തീർക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അത് നമുക്ക് ചെയ്തു തീർക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ കാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ കണ്ണ് തുറക്കുവാനും ദൈവരാജ്യത്തിന് യോഗ്യന്മാരായി നമ്മൾ എണ്ണുന്നതിന്റെ തെളിവായി നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടങ്ങളോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നിന്നും അത് വെളിപ്പെടുകയും ചെയ്യുമാറാകട്ടെ. സുവിശുദ്ധനായ ദൈവത്തിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.